വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡിവൈസിൽ എങ്ങനെ നമ്മുടെ കൺട്രി ചേഞ്ച് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പലപ്പോഴും നിങ്ങൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള കൺട്രി അതാത് രാജ്യം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കൺട്രി ലോക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും അത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണത് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ച് ചാർജ് ഓഫ് ഫീസോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് വരണം. പ്ലേ സ്റ്റോറിലേക്ക് വന്ന ശേഷം ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ സെറ്റിങ്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് അക്കൗണ്ട് പ്രിഫറൻസസ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ജനറൽ സെറ്റിങ്സ് കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഒരു കൺട്രിയുടെ ഒരു സെറ്റപ്പ് ഒക്കെ കാണാം. അക്കൗണ്ട് കൺട്രി ഹിസ്റ്ററി എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഡിവൈസിൻ്റെ ഒരു കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. കൺട്രി ആൻഡ് പ്രൊഫൈൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വിച്ച് ടു ഇന്ത്യ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതിനായിട്ടുള്ള ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ ഐഡിയ ബില്ലിംഗ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കാർഡിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും നമ്മൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പക്കലുള്ള സാധാരണ ഒരു ATM കാർഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം. ദാറ്റ് മീൻസ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാർഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കൺട്രി ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റിൻ്റെ കോളത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ കാർഡ് ഇതിലേക്ക് സേവ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ കൺട്രി ചേഞ്ചായി ഇന്ത്യയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എല്ലാ സർവീസും ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആ ഒരു കാർഡ് ഡീറ്റെയിൽ റിമൂവ് ചെയ്യുന്നതിനായിട്ട് പ്ലേ സ്റ്റോറിൽ തന്നെ ഈ ഒരു ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്കിവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാനായിട്ട് പറ്റും. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ കാർഡ് ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. ഏറ്റവും താഴെ മോർ പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാർഡ് ഇതിൽ നിന്ന് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കൺട്രി ഒരിക്കലും ചേഞ്ച് ആകില്ല. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.